കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് UP സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചതിൽ ദുരൂഹത. ചേപ്പറമ്പിലെ ബാർബർ തൊഴിലാളി ബസന്തപൂർ സ്വദേശി നയിം സൽമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണമുയരുന്നത്. ഹൃദ്രോഗിയായ നയിമിനെ കടയിൽ വെച്ച് ഒരു സംഘം മർദ്ദിച്ചതിന് പിന്നാലെയാണ് നയിം കുഴഞ്ഞു വീണ് മരിച്ചത്. സംഭവത്തിൽ ശ്രീകണ്ഠാപുരം പോലീസ് കേസെടുത്തു. മുടിവെട്ടിയതിന്റെ കൂലിയുമായി ബന്ധപ്പെട്ട് ക്രിസ്മസ് തലേന്ന് ജിസ് വർഗീസ് എന്ന ചെറുപ്പക്കാരൻ നയിബുമായി കടയിൽ വെച്ച് കശപിശയുണ്ടായിരുന്നു. അടുത്ത ദിവസം സുഹൃത്തുക്കളുമായി എത്തിയ ജിസ് ജോലി ചെയ്യുകയായിരുന്ന നയിമിനെയും മകനെയും ആക്രമിച്ചു. हम हिंदी वाला है, हमारा बार्बर शॉप है, ये मार रहा है। ये देखो, तुमको नहीं मारा, ये हमको मार रहा है. സ്ഥലത്തുണ്ടായിരുന്നവർ ഇടപെട്ട് സംഘർഷം തടഞ്ഞെങ്കിലും രാത്രി ഇതേ സംഘം കൊട്ടൂർവയലിലെ താമസ സ്ഥലത്തെത്തി നെയ്ം ഉപയോഗിക്കുന്ന സ്കൂട്ടർ അടിച്ചു തകർത്തു. മുറിയിൽ നിന്ന് മാറി താമസിച്ചത് കാരണം നെയ്മും മകനും അക്രമത്തിനിരയായില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ശ്രീകണ്ഠാപുരം ടൗണിൽ നെയ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിവരം. ജിസ് വർഗീസും സംഘവും നടത്തിയ അക്രമവും ഭീഷണിയും കാരണമാണ് നെയ്ം മരിച്ചതെന്നാണ് ആരോപണം. അകാരണമായി കടയിൽ കയറി വന്ന് ഇവനെ മർദ്ദിക്കുകയും എന്റെ സ്ഥാപനത്തിൽ എന്റെ ഒരു തൊഴിലാളിയെ മർദ്ദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനോട് ചോദിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിനകത്ത് അവനുണ്ട്. അവനോട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അവരൊരു സംഘമായിട്ട് ഇവരെ ആക്രമിക്കുന്നുണ്ട്. കടയിൽ വെച്ച് സംഘം നെയ്മിനെ ആക്രമിക്കുന്നത് കണ്ടവരുണ്ട്. അസ്വാഭാവിക മരണത്തിനും കടയിൽ കയറി ആക്രമിച്ചതിനും ശ്രീകണ്ഠാപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്മിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. മീഡിയ 1 കണ്ണൂർ.